നമസ്കാരം. ന്യൂസ് 11:30 സ്വാഗതം. കേച്ചേരിയിൽ ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം. രാവിലെ 9:15 സംഭവം. കുന്നംകുളത്ത് നിന്നും തൃശൂരിലേക്ക് പോകുന്ന ശ്രീലക്ഷ്മി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബൈക്ക് യാത്രക്കാരൻ പാലുവായ് ചക്രമാക്കിൽ ജോൺസന്റെ മകൻ 32 വയസ്സുള്ള അജിനാണ് പരിക്കേറ്റത്. ആംബുലൻസ് പ്രവർത്തകരെത്തി പരിക്കേറ്റയാളെ യൂണിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പന്നിത്തടത്ത് ചരക്ക് ലോറിയും ബുള്ളറ്റും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. അട്ടപ്പാടി സ്വദേശികളായ മുരുകേശൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ചൊവ്വാഴ്ച രാത്രി 11 മണിയോടെയാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ ബുള്ളറ്റ് യാത്രികരായ 2 പേരും കൃഷി ഓഫീസർമാരാണ്. മുരുകേശ് ചാവക്കാട് വില്ലേജ് ഓഫീസിലും മുരുകേശൻ വെള്ളറക്കാട് കൃഷി ഓഫീസിലുമാണ് ജോലി ചെയ്യുന്നത്. പരിക്കേറ്റവരെ എരുമപ്പെട്ടി പന്നിത്തടം അല്ലമീൻ എന്നീ ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമല്ല. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കഴിഞ്ഞ മാസത്തെ ഭണ്ഡാര വരവായി 4,92,74,598 രൂപ ലഭിച്ചു. 1 കിലോ 655 ഗ്രാം 900 മില്ലിഗ്രാം സ്വർണവും 10.85 കിലോ വെള്ളിയും ലഭിച്ചു. പിൻവലിച്ച 2000 രൂപയുടെ 18 എണ്ണവും 1000 രൂപയുടെ 22 എണ്ണവും 500 രൂപയുടെ 109 കറൻസിയും ലഭിച്ചു. KGB ശാഖയ്ക്കായിരുന്നു എണ്ണൽ ചുമതല. ഈ ഭണ്ഡാരങ്ങൾ വഴി 3.57 ലക്ഷം രൂപ ലഭിച്ചു. ലോട്ടറി വിൽപ്പനക്കാരിയായ യുവതിയെ ഉപദ്രവിച്ച സംഭവത്തിൽ യുവാവിനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കടവല്ലൂർ സ്വദേശിയായ അച്ചോത്ത് പറമ്പിൽ 34 വയസ്സുള്ള സനൂപിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. പെരുമ്പിലാവ് അൻസാർ ആശുപത്രിക്ക് സമീപം ലോട്ടറി വിൽപ്പന നടത്തിയിരുന്ന യുവതിയെ ആണ് അയാൾ ശാരീരികമായി ഉപദ്രവിച്ചത്. CCTVയും എക്സൈസ് വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിനോടനുബന്ധിച്ച് കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ സഹകരണത്തോടെ ലഹരിക്കെതിരെ കാവൽ ദീപം തെളിയിച്ചു. മറ്റം സെന്ററിൽ നടന്ന ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി, ഡ്രൈവേഴ്സ് യൂണിയൻ, തൊഴിലാളി യൂണിയൻ എന്നിവരും പങ്കാളികളായി. കണ്ടാണശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ കാവൽ ദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ അധ്യക്ഷനായി. ഗുരുവായൂർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ C പ്രേമാനന്ദകൃഷ്ണൻ, മേജർ PJ സ്റ്റൈജു മാസ്റ്റർ എന്നിവർ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സന്ദേശം നൽകി. ഇന്ന് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുഷ്കരമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം മുമ്പൊക്കെ മദ്യപാന്മാരുടെ ശല്യമാണ് നമുക്കുണ്ടായിരുന്നത്. ഇന്ന് മദ്യപാന്മാർ കുറേ ഒതുങ്ങിപ്പോയി. കാരണം മദ്യപിക്കലല്ല ഇന്ന് നമ്മുടെ യുവതലമുറയുടെ ഏറ്റവും വലിയ അവരുടെ ലക്ഷ്യത. ഇന്ന് പലതരത്തിലുള്ള ലഹരികൾ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ തൊട്ട സ്കൂളിലെ ഒരു കുട്ടി മദ്യപിച്ച അവശ നിലയിലായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ഒരു സംഭവം ഉണ്ടായി. ഇത് ചിലപ്പോൾ ഇവിടെയൊക്കെ അപൂർവമായിരിക്കാം. ഇപ്പം രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെ സ്റ്റേഷനിൽ ഇരുന്ന് കഴിഞ്ഞാൽ അമ്മമാരുടെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയൊക്കെ സ്ഥിരമായിട്ടുള്ള പരാതിയാണ്. ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ് ആമുഖ പ്രഭാഷണം നടത്തി. പഞ്ചായത്ത് അംഗങ്ങളായ TO ജോയ്, അഡ്വക്കേറ്റ് PV നിവാസ്, PK അസീസ്, രമാ ബാബു, ശരത് രാമനുണ്ണി, ജയൻ പാണ്ഡിയത്ത്, ശ്രീകൃഷ്ണ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PS വിജോയ്, CCTV കുന്നംകുളം മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ, ഡോക്ടർ V അഭിലാഷ്, ഡോക്ടർ രാജേഷ് മാധവൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് PV തോമസ്, ജോയിന്റ് സെക്രട്ടറി ജോസ് ഇമ്മട്ടി, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കാട്ടൂക്കാരൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിഞ്ചു ജേക്കബ് C, VL ബിജു, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാരായ നിത ശ്രീനി, ജസ്ന ജോസ്, വിനീത ഫിനോജ്, പ്രവീണ, ആശ, അങ്കണവാടി ആരോഗ്യ പ്രവർത്തകർ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, ഡ്രൈവേഴ്സ് യൂണിയൻ, തൊഴിലാളി യൂണിയൻ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. കാവൽ ദീപം തെളിയിച്ച ഏവർക്കും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പായസ വിതരണവും നടത്തി. സഹവർത്തിത്വത്തിന്റെയും സ്നേഹത്തിന്റെയും കൂട്ടായ്മയുടെയും സന്ദേശം നൽകിയാണ് പരിപാടി അവസാനിച്ചത്. വരും ദിവസങ്ങളിൽ പഞ്ചായത്തിലെ എല്ലാ വാർഡ് കേന്ദ്രങ്ങളിലും കാവൽ ദീപം തെളിയിക്കുന്ന ജനകീയ പരിപാടി സംഘടിപ്പിക്കും. എരുമപ്പെട്ടി മുണ്ടൻകോട് ഗ്രാമത്തിൽ നിർധന കുടുംബത്തിന് യൂത്ത് കോൺഗ്രസ് നൽകുന്ന വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. പ്രായമായ തങ്കയ്ക്കാണ് 460 സ്ക്വയർ ഫീറ്റുള്ള വീട് നിർമ്മിച്ചു നൽകുന്നത്. ഇവർ താമസിച്ചിരുന്ന പഴക്കമുള്ള വീട് മാസങ്ങൾക്ക് മുമ്പ് തകർന്നു വീണിരുന്നു.
വീടിന്റെ പ്രധാന വാർപ്പിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ശ്രമദാനത്തിലൂടെ പങ്കാളികളായി. UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായി, പഞ്ചായത്ത് മെമ്പർ MC ഐജു, NK കബീർ, CK നാരായണൻ, ബിജു താണിക്കൽ, ഫൈസൽ ചിറ്റണ്ട, ഫ്രിജോ വടക്കൂട്ട്, രഘു കരിയന്നൂർ, രഞ്ജിത്ത്, ഷിയാസ് ചിറ്റണ്ട, AU മനാഫ്, വിനോദിനി മങ്ങാട് തുടങ്ങിയവർ നേതൃത്വം നൽകി. മാലിന്യമുക്ത നവകേരള ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് ശുചിത്വ സന്ദേശ റാലി സംഘടിപ്പിച്ചു. അവിയൂർ ഗവൺമെന്റ് സ്കൂളിന് മുൻവശത്ത് നിന്നും ആരംഭിച്ച ശുചിത്വ സന്ദേശ റാലി കുട്ടാടൻപാടം ഓപ്പൺ ജിം പരിസരത്ത് സമാപിച്ചു. തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ ബോട്ടിൽ, ബൂത്ത്, ഓട്ടോറിക്ഷയിൽ മാലിന്യമുക്ത അവബോധ സ്റ്റിക്കർ പതിപ്പിക്കൽ എന്നിവ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി NV ഷീജ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിജയൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിശ്വനാഥൻ മാസ്റ്റർ, വാർഡ് മെമ്പർ ഷൈബ, റസീന, ബാലകൃഷ്ണൻ, ബ്ലോക്ക് മെമ്പർ ജിസ്ന, കില RP ഇക്ബാൽ മാസ്റ്റർ, ഹെൽത്ത് ഇൻസ്പെക്ടർ രോഹിണി, സോമസുന്ദരൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഹരിതകർമ്മ സേനാംഗങ്ങൾ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക, അങ്കണവാടി ജീവനക്കാരുടെ വേതനം വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. എരുമപ്പെട്ടി പഞ്ചായത്തിന് മുന്നിൽ നടന്ന ധർണ UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ് അധ്യക്ഷനായി. TK ദേവസി, PS സുനീഷ്, NK കബീർ, MC ഐജു, K ഗോവിന്ദൻകുട്ടി, ചന്ദ്രപ്രകാശ് ഇടമന, അജു നെല്ലുവായ്, റീന വർഗീസ്, സുജാത, അനിത വിൻസെന്റ്, PM യൂസഫ്, നജീബ് കൊമ്പത്തയിൽ, രഘു കരിയന്നൂർ തുടങ്ങിയവർ സംസാരിച്ചു. കടവല്ലൂർ കല്ലുംപുറം ചാലിശ്ശേരി റോഡിൽ EMS നഗറിൽ സ്വകാര്യ വ്യക്തിയുടെ ഉപയോഗശൂന്യമായ കിണറ്റിൽ വീണ കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രന്റെ നിർദ്ദേശപ്രകാരം ഷൂട്ടിംഗിൽ പ്രത്യേക പരിശീലനം നേടിയ നെൽസൺ PF സഹായി, ജെറോം ജസ്റ്റിൻ എന്നിവർ സ്ഥലത്തെത്തി. നാട്ടുകാരുടെ സഹായത്തോടെയാണ് കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നത്. പരിസര പ്രദേശങ്ങളിൽ കാട്ടുപന്നിയുടെ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. ലോകമെമ്പാടും സുറിയാനി സഭകൾ പാതി നോമ്പ് ആചരിച്ചു. കുന്നംകുളം പാറയിൽ സെന്റ് ജോർജ് പള്ളിയിൽ പാതി നോമ്പ് ബുധനാഴ്ച രാവിലെ 7-ന് സഹവികാരി ഫാദർ സജയ് ജോസ്, ശുശ്രൂഷകർ, വിശ്വാസികൾ എന്നിവർ ചേർന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ചു. പള്ളിയുടെ മധ്യത്തിൽ പകുതി നോമ്പിലെ നാർത്തയിൽ സ്ലീബ സ്ഥാപന ശുശ്രൂഷയും ഉണ്ടായി. എടക്കഴിയൂർ പ്രവാസികളുടെ കൂട്ടായ്മ എനോറ UAEയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ദുബായ് അൽ ഗുസൈസിലെ അൽ ബുസ്താൻ സെന്ററിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ 300-ലധികം എടക്കഴിയൂർ നിവാസികളും കുടുംബാംഗങ്ങളും പങ്കെടുത്തു. ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ മാനേജ്മെന്റ് കമ്മിറ്റി അംഗം അബൂബക്കർ, മറ്റു പ്രാദേശിക സംഘടനകളുടെ ഭാരവാഹികളായ അഭിരാജ്, ഡോക്ടർ റെൻഷി രഞ്ജിത്ത് എന്നിവർ മുഖ്യാതിഥികളായി. പ്രോഗ്രാം കോർഡിനേറ്റർ അബ്ദുൽ ഖാദർ MV, പ്രസിഡന്റ് ഷാജി M അലി, സെക്രട്ടറി മനാഫ് പാറയിൽ, ഉപദേശക സമിതി അംഗം റസാഖ് അമ്പലത്ത് എന്നിവർ സംസാരിച്ചു. എനോറയുടെ മെമ്പർഷിപ്പ് പ്രിവിലേജ് കാർഡ് വിതരണ ഉദ്ഘാടനം എനോറ UAEയുടെ സ്ഥാപകാംഗവും പ്രഥമ പ്രസിഡന്റുമായ റസാഖ് അമ്പലത്തിന് നൽകിക്കൊണ്ട് പ്രസിഡന്റ് ഷാജി M അലി നിർവഹിച്ചു. ചടങ്ങിൽ ഏപ്രിൽ 20-ന് എനോറ ദുബായിൽ സംഘടിപ്പിക്കുന്ന സ്പോർട്സ് കാർണിവലിനെ കുറിച്ചുള്ള വിവരങ്ങൾ പോസ്റ്റർ പ്രകാശനം ചെയ്തുകൊണ്ട് സ്പോർട്സ് കോർഡിനേറ്റർ ജലീൽ വിശദീകരിച്ചു. കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മതസൗഹാർദ്ദ സമ്മേളനവും ഇഫ്താർ വിരുന്നും സംഘടിപ്പിച്ചു. തൃശൂർ ജവഹർ ബാലഭവനിൽ നടന്ന സമ്മേളനം AICC സെക്രട്ടറി ഡോക്ടർ അറിവഴകൻ ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാനും സംസ്ഥാന പ്രസിഡന്റുമായ LV അജയകുമാർ അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് മുഖ്യാതിഥിയായി. PK ഇബ്രാഹിം ഫലാഹി, ബിഷപ്പ് ബോസ്കോ പുത്തൂർ, സ്വാമി ദേവ ചൈതന്യാനന്ദ സരസ്വതി ആചാര്യൻ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. പ്രോഗ്രാം കമ്മിറ്റി ജനറൽ കൺവീനറും സംസ്ഥാന ജനറൽ സെക്രട്ടറി യാവൂട്ടി ചിറമനേങ്ങാട്, ജില്ലാ പ്രസിഡന്റ് ബിജു അമ്പഴക്കാട്ട് എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി പഞ്ചായത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ സീഡ് അഴിമതിക്കും വികസന വിരുദ്ധ നിലപാടുകൾക്കുമെതിരായി CPIM എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി കടങ്ങോട് റോഡ് സെന്ററിൽ നടത്തിയ യോഗം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഡോക്ടർ KD ബാഹുലേൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഏരിയ അംഗം MS സിദ്ധൻ അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ S ബസന്തലാൽ, KM അഷ്റഫ്,
LC സെക്രട്ടറിമാരായ M. നന്ദീഷ്, PC അബാൽമണി എന്നിവർ സംസാരിച്ചു. PT ദേവസി, സുമന സുഗതൻ, ഡോക്ടർ VC ബിനോജ്, ഷീജ സുരേഷ്, സ്വപ്ന പ്രദീപ് തുടങ്ങിയവർ നേതൃത്വം നൽകി. 1.25 ലക്ഷം രൂപ വിലയുള്ള സ്കൂട്ടർ 60,000 രൂപയ്ക്ക് തരും. വലിയ ഓഫറാണ്. 1.25 ലക്ഷം ഒറിജിനൽ വില, അത് 60,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. 60,000 രൂപ വിലയുള്ള ലാപ്ടോപ്പ് 30,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. ഇങ്ങനെ വയ്ക്കും. ഇതിനു വേണ്ടി നടക്കാൻ ആയിരക്കണക്കിന് പ്രൊമോട്ടർമാരുണ്ട്. നമ്മുടെ വീടുകളിലൊക്കെ വരുന്നില്ലേ, കാൽനടയായിട്ട് ഓരോ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി അതിൻ്റെ സെയിൽസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നടക്കുന്ന പ്രൊമോട്ടർമാർ. അതുപോലെ ഈ സൊസൈറ്റി പ്രൊമോട്ടർമാരെ വയ്ക്കും. പുന്നൂർകുളം പെരിയമ്പലത്ത് കാട്ടുപന്നിയെ കണ്ടത് നാട്ടുകാരെ ആശങ്കയിലാക്കി. ചൊവ്വാഴ്ചയാണ് പെരിയമ്പലം ഭാഗത്ത് കാട്ടുപന്നിയെ കണ്ടത്. ആദ്യമായാണ് പെരിയമ്പലത്ത് കാട്ടുപന്നികളുടെ സാന്നിധ്യം ഉണ്ടാകുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ചരമം. കുന്നംകുളം വൈശ്ശേരി മണക്കുളം റോഡ് പരേതനായ വർഗീസ് മകൻ ഗേരി വർഗീസ് നിര്യാതനായി. 52 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച 4 മണിക്ക് ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടക്കും. റിനു ഭാര്യയും വരുൺ ഗേരി മകനുമാണ്. വരവൂർ പാലക്കൽ റോഡ് പരേതനായ നാലകത്ത് അബ്ദുൽ അസീസ് ഭാര്യ ബീവാത്തു നിര്യാതയായി. 64 വയസ്സായിരുന്നു. ഖബറടക്കം നടത്തി. റഷീന, റഷീല, ഷാനിബ് എന്നിവർ മക്കളാണ്. കുന്നംകുളം മിഷനങ്ങാടി പനക്കൽ സൈമൺ കുഞ്ഞു ഭാര്യ ക്ഷേമ നിര്യാതയായി. 66 വയസ്സായിരുന്നു. റിട്ടയേർഡ് പോസ്റ്റ് മിസ്ട്രസാണ് പരേത. സംസ്കാരം ഇന്ന് ഉച്ചതിരിഞ്ഞ് 4:30 ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ പള്ളി സെമിത്തേരിയിൽ നടക്കും. ചാലിശ്ശേരി പടിഞ്ഞാറേ പട്ടിശ്ശേരി മാവറക്കളരിക്കൽ ഉണ്ണിക്കുറുപ്പ് നിര്യാതനായി. 80 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. വിജയലക്ഷ്മിയാണ് ഭാര്യ. സുജാത, മിനി, ഉത്തമൻ, ഷീജ, സുധ എന്നിവർ മക്കളാണ്. ഇതോടെ ന്യൂസ് 11:30 സമാപിക്കുന്നു. നമസ്കാരം.